ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നിങ്ങളിൽ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് വരുന്ന പ്രെയർ റിക്വസ്റ്റുകളിൽ കൂടുതലും ജോലിയില്ലാത്തവർ, വിസ തടസ്സം നേരിടുന്നവർ, വിദേശത്ത് പോകാൻ നോക്കിയിട്ട് പറ്റാത്തവർ, വിദേശ രാജ്യത്തേക്കുള്ള പരീക്ഷകൾ ഇൻ്റർവ്യൂകളൊക്കെ പാസ്സാകാത്ത മക്കൾ, വീടില്ലാത്തവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റിയ ഒരു വചനമാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. വചനം ഇതാണ്. ജോബിന്റെ പുസ്തകം 42-ാം അധ്യായം 2-ാം തിരുവചനം. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഈ വചനം ശരിക്കും ഒരു അത്ഭുത വചനമാണ്. ഏത് നിയോഗത്തിനു വേണ്ടിയും പറഞ്ഞു പ്രാർത്ഥിക്കാവുന്ന വചനം. ഇത് അത്രമേൽ ശക്തിയേറിയ വചനമാണെന്ന് എനിക്ക് മനസ്സിലായത് ഒരു 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിലൂടെയാണ്. ഞങ്ങൾ സൂമിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് ചാറ്റ് ബോക്സിൽ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അവൾ ന്യൂസിലാൻഡിന് പോകാനായി അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷത്തിനു മേലെയായി. ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. തടസ്സങ്ങളെല്ലാം മാറി എത്രയും വേഗം വിസ വരുന്നതിനായി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവളുടെ മെസ്സേജ്. അന്ന് ഞാനായിരുന്നു കേട്ടോ പ്രെയർ ലീഡ് ചെയ്തത്. ആ സമയം തന്നെ അവൾക്കായി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഈ വചനം പറഞ്ഞാണ് ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. കൂടാതെ ആ മോൾക്ക് പേഴ്സണലായിട്ട് ഞാൻ ഈ വചനം ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട്. ഏതാണ്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൾ നന്ദി പറഞ്ഞുകൊണ്ടൊരു കമൻ്റ് ഇട്ടു. അവളുടെ വിസ വന്നു, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ തിരിച്ചറിഞ്ഞത്. അന്ന് മുതൽ ജോലിയില്ലാത്തവർക്കും വിസ തടസ്സം നേരിടുന്നവർക്കുമൊക്കെ ഈ വചനം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങളിൽ ഒത്തിരി പേർക്കും ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞ് തന്നിട്ടുള്ളതാണ് പലർക്കും. അതുപോലെ തന്നെ ഏതാനും മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ മോൻ, അവന് UK സ്റ്റുഡൻറ്റ് വിസയിൽ പോയി പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടാതെ ഒത്തിരി അവൻ വലഞ്ഞു. ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഒന്നും അങ്ങ് ശരിയായില്ല. ചെറിയ ഒരു ജോലി ലഭിച്ചു എങ്കിലും അവൻ്റെ പഠനത്തിന് അനുസരിച്ചുള്ള ജോലിയോ സാലറിയോ ഒന്നും അവനവിടെ ലഭിച്ചില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു നല്ല കമ്പനിയിൽ നിന്ന് അവന് കോള് വന്നു. അവിടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കിട്ടിയാൽ ലക്കാണ്. കാരണം നല്ല ഹൈ സാലറിയിലുള്ള ജോബാണത്. അങ്ങനെ അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തതും ഈ വചനം തന്നെയാണ്. ചേച്ചി ഈ വചനം മോനും പറഞ്ഞു കൊടുത്തു, ചേച്ചിയുടെ മകനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോനെ നീ എന്നും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്ക്. അങ്ങനെ അവൻ ഇൻ്റർവ്യൂവിന് പോയ വഴിയിലും കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഈ വചനം പറഞ്ഞിങ്ങനെ തുടർച്ചയായി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ കൊച്ച്. അവൻ്റെ അമ്മയും ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവൻ ഇൻ്റർവ്യൂവിന് പോയ സമയം ഞാനും ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചനമാണ് പറഞ്ഞ് ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, അവൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ അവന് ആ ജോലി ലഭിച്ചു. അതിനുശേഷം ആ അമ്മയും ഈ വചനമാണ് എൻ്റെ മോൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് പറയാറുണ്ട്. ആ ചേച്ചിയും പിന്നീട് എല്ലാവർക്കും ഈ വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിച്ച ഈ വചനം നിങ്ങളും വിശ്വസിച്ച് ഏറ്റെടുക്കൂ. പറ്റുന്ന അത്രയും തവണ ദിവസവും നിങ്ങളുടെ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ മേൽ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിനെന്ന്. അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ച ഉടനെ തന്നെ അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ വിഷമിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിരാശപ്പെടരുത്. നിങ്ങൾ കൂടുതൽ തീക്ഷ്ണതയോടെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, ബൈബിളിലെ എല്ലാ വചനങ്ങളും അതിശക്തമായ വചനങ്ങളാണ്, ശക്തിയേറിയ വചനങ്ങളാണ്. വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ
അവിടെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ഇന്ന വചനം എന്നൊന്നുമില്ല, എല്ലാ വചനങ്ങളും അതിശക്തമായ വചനങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ ജോബ് 42:2 വചനം എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇത് പലർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മേഖലയിലൊക്കെ, ജോലി മേഖലയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർ പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ ഞാൻ ഈ വചനമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ജോബ് 42:2 അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വചനം അങ്ങ് എഴുതിയെടുത്ത് പ്രാർത്ഥിച്ചോളൂ. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരുന്ന ഈ മക്കളിൽ ആരെങ്കിലും ജോലിയില്ലാതെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ, വിസ തടസ്സം നേരിടുന്നവരുണ്ടെങ്കിൽ, വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ, ഈ വചനത്തിൻ്റെ ശക്തി ആ മക്കളുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. ഈ വചനം വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഈശോയെ, ഈ വചനം ഈ മക്കളുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ ഈ മക്കൾക്കെതിരെ വരുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി ഈ മക്കളുടെ ജീവിതത്തിൽ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് നിയോഗത്തിനു വേണ്ടിയും നിങ്ങൾക്ക് ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.